അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫൗണ്ടേഷൻസ് ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ എന്നുള്ള 8ാമത്തെ ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഗ്രൂപ്പ് ബിഹേവിയർ പഠിക്കണം? സാധാരണ ഭൂരിഭാഗം ജോലികളും ടീമുകളായിട്ടാണ് സ്വാഭാവികമായിട്ട് ചെയ്യുക. അപ്പം ടീമുകളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒന്നാമത് പ്രധാന ഘടകം എംപ്ലോയ്മെൻറ്റ് ഡിമാൻഡ്, അക്കാഡമിക് സക്സസ്, സോഫ്റ്റ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ്, നെറ്റ് ബിൽഡിങ്, കരിയർ റീഡിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ് ബിഹേവിയർ ആവശ്യമാണ്. ഇനി എന്താണ് ഗ്രൂപ്പ് ബിഹേവിയർ? ഗ്രൂപ്പ് എന്നത് ഒരു ലക്ഷ്യം നേടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒന്നിലധികം രണ്ടോ അതിലധികമോ ഉള്ള ആളുകളുടെ കൂട്ടത്തെയാണ് ഗ്രൂപ്പ് ബിഹേവിയർ എന്നുള്ള ഗ്രൂപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ഫോർമൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഇൻഫോർമൽ ഗ്രൂപ്പ് ഉണ്ടാവും. സ്ഥാപനം തന്നെ രൂപീകരിക്കുന്ന ഗ്രൂപ്പ്, ഒന്ന് സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്ന ഗ്രൂപ്പ്, ഒന്ന് പ്രൊഡക്റ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ടാവും, മറ്റേതാകുമ്പോൾ ലഞ്ച് ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, സ്പോർട്സ് ക്ലബ്ബ്, ആ ഒരു രീതിയിലെല്ലാം. ഇനി സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി എന്ന് പറയും. മനുഷ്യർ തങ്ങൾ അംഗമായിരിക്കുന്ന ഗ്രൂപ്പുകളുമായി സ്വന്തം വ്യക്തിത്വത്തെ ബന്ധിപ്പിക്കുക. ഉദാഹരണത്തിന് ഒരു കോളേജ് ക്രിക്കറ്റ് ടീം ജയിച്ചാൽ ടീമിൻ്റെ അംഗങ്ങൾക്ക് അഭിമാനം ഉണ്ടാവും. ഒരു തന്നെ ഒരു ഇതിലുണ്ട്, ഒരു ഗ്രൂപ്പിൻ്റെ വിജയം എന്നുള്ളത് ഓരോ വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതൊക്കെ പല സാമൂഹിക തിരിച്ചറിവുകൾ ലഭിക്കും. അപ്പോൾ വിദ്യാർത്ഥി, അധ്യാപകൻ, ഇന്ത്യൻ മുസ്ലിം, ജീവനക്കാരൻ, ആ ഒരു രീതിയിൽ. ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പ് ആകുമ്പോൾ നാം അംഗമായിരിക്കുന്ന ഗ്രൂപ്പ്, സ്വന്തം ക്ലാസ്. നാം അംഗമില്ലാത്തതിന് ഔട്ട് ഗ്രൂപ്പ്, മറ്റൊരു ക്ലാസ്. അപ്പം ഇൻ ഗ്രൂപ്പ് വ്യാസം അവിടെ വരും. അപ്പോൾ നമ്മളെ ഗ്രൂപ്പ്, ഞാമല്ലാത്ത ഗ്രൂപ്പിനെ കൊടുത്തിന് നമ്മുടെ ഗ്രൂപ്പ് പിന്നെ ഉഷാറാന്നുള്ള ഒരു പ്രവണത അവിടെ വരാം. ഈ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ടെക്മാൻ മോഡലിൽ ഒരു ഗ്രൂപ്പ് 5 ഘട്ടങ്ങളിലൂടെയാണ് വികസിക്കുന്നത്. ഒന്ന് ഫോമിങ്, ഗ്രൂപ്പ് രൂപീകരിക്കുന്നു, പരിചയമില്ല. പിന്നെ സ്റ്റോമിങ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, നേതൃത്വത്തിൽ തർക്കങ്ങൾക്ക് വരാം. ഇനി മൂന്നാമത്തെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. പിന്നെ പെർഫോമിങ്, ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കും, ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധ, പെർഫോമൻസ്, ലക്ഷ്യത്തിലുള്ള ശ്രദ്ധ. പിന്നെ അഡ്ജോറിങ്, ജോലി പൂർത്തിയായ ശേഷം ഗ്രൂപ്പ് പിരിക്കുന്നു. അതിന് 5 മേഖലയിലൂടെയാണ് ഇത് പോകാൻ പറ്റുക. ഇനി പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം മോഡൽ, ഗ്രൂപ്പിൻ്റെ ആദ്യ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട സാധനം. അപ്പോൾ മധ്യത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയും പിന്നീട് വേഗത്തിൽ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് പറയാം. ഇനി ഗ്രൂപ്പ് പ്രോപ്പർട്ടി എന്നുള്ളത്, ഗ്രൂപ്പിൽ കുറച്ച് റൂൾസ് ഉണ്ടാവും. റോള് എന്നത് ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റത്തെയാണ് റോൾ എന്ന് പറയുന്നത്. റോൾ പെർസെപ്ഷൻ ഉണ്ടാവും, റോൾ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, സൈക്കോളജിക്കൽ കോൺട്രാക്ട്സ് ഉണ്ടാവും, പിന്നെ റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, റോൾ ഐഡൻറ്റിറ്റി ഉണ്ടാവും, അങ്ങനെ 10 സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ നോംസ് വരും. ഗ്രൂപ്പിൽ എല്ലാവരും പാലിക്കേണ്ട നിയമങ്ങളുണ്ടാവും. പെർഫോമൻസ്, എത്ര ജോലി ചെയ്യണം, പേഴ്സൺ, ആരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, സോഷ്യൽ അറേഞ്ച്മെൻറ്റ് നോംസ്, റിസോഴ്സ് അലഗേഷൻ നോംസ്, ശമ്പളം, ഉപകരണം എന്നിവ ഇങ്ങനെ വിതരണം ചെയ്യും. പിന്നെ ആ ഒരു രീതിയിലുള്ള കുറച്ച് കമ്പനികളായിട്ടുള്ള ഗ്രൂപ്പുമായിട്ടുള്ള സാധനം. ഇനി ഔട്ട് ഓൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ ഉൽപ്പന്നക്ഷമതയെ സ്വാധീനിക്കുന്ന ഫിസിക്കൽ എൻവിറോൺമെൻ്റല്ല നോംസാണ് എന്നുള്ള ഒരു പഠനമുണ്ട്. ഇനി ആസ്കിച്ച് എക്സ്പീരിയൻസ്, ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദം കാരണം പലരും തെറ്റായ ഉത്തരവ് പറയാറുണ്ട്, എങ്കിലും എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. ഇനി പോസിറ്റീവ്, നല്ല പെരുമാറ്റം പ്രോത്സാഹിക്കുക, ആത്മാർത്ഥ, ജോലി, സത്യസന്ധത, സഹകരണം, അത് ഇതിൽ നല്ലത്. ഇനി നെഗറ്റീവ്, സാമ്പത്തിക മോശം ചെയ്യില്ലെങ്കിൽ ഗോസിപ്പ്, ഹരാസ്മെൻറ്റ്, വൈകി വരല്, ജോലി ഒഴിവാക്കൽ, ഒരു ഇതിനാണ്. പിന്നെ ഗ്രൂപ്പ് സാധനങ്ങൾ സ്റ്റാറ്റസ്, ഗ്രൂപ്പിലെ വ്യക്തിയുടെ സ്ഥാനം, ഇവ കാരണങ്ങൾ പവർ, കോൺട്രിബ്യൂഷൻ, പേഴ്സണൽ ടോക്ക്, ട്രൈറ്റ്സ്, ബുദ്ധിജ്ഞാനം, പിന്നെ സ്റ്റാറ്റസ് ഇനെക്വാലിറ്റി, സന്തോഷം, ഗ്രൂപ്പ് സൈസ്. സ്മോൾ ഗ്രൂപ്പ് ആകുമ്പോൾ 7 പേര് വരെ പറ്റും, വേഗത്തിൽ തീരുമാനമെടുക്കാം, കൂടുതൽ ഉത്തരവാദിത്വം. ലാർജ് ഗ്രൂപ്പ് പറഞ്ഞാൽ കൂടുതൽ ആശയങ്ങൾ, കൂടുതൽ വിവരങ്ങൾ, പക്ഷേ സോഷ്യൽ ലോഫിങ് അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ജോലി ചെയ്യുമ്പോൾ കുറിച്ച് മാത്രം ഒരു പരിശ്രമിക്കുന്ന അവസ്ഥ ഇതൊരു ഉദാഹരണമില്ല. വ്യക്തിഗത പെർഫോമൻസിൽ വരുത്തില്ല, വ്യക്തമായ ലക്ഷ്യം കുറയും, ഓരോരുത്തർക്ക് ഉത്തരവാദിത്വം കുറയും. പിന്നെ കോൺസിന് ഗ്രൂപ്പിൽ തങ്ങളുടെ വർദ്ധിപ്പിക്കാൻ ചെറിയ ഗ്രൂപ്പ് ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുക, പൊതു ലക്ഷ്യം, ഗ്രൂപ്പ് റിവാർഡ്, അങ്ങനെ
പിന്നെ ഡൈവേഴ്സിറ്റി ഗ്രൂപ്പ് വ്യത്യസ്ത പുതിയ ആശയങ്ങൾ, ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, ദോഷങ്ങൾ, അഭിപ്രായ വ്യത്യാസം, കോൺഫ്ലിക്റ്റ്, തുടക്കത്തിലേ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ. പിന്നെ ഫാൾട്ടിനെസ്, ഗ്രൂപ്പ് ചെറിയ ഉപഗ്രൂപ്പുകളായി വിഭജിക്കുന്ന അവസ്ഥ. ജെൻഡർ, ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്. അതിൽ ഒരു ഗ്രൂപ്പിനെ വ്യത്യസ്തമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയുണ്ടെന്നില്ല. ഒന്ന് സ്ട്രെങ്ത്, കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ആശയങ്ങൾ, മികച്ച തീരുമാനങ്ങൾ, പിന്നീട് അംഗീകാരം. അപ്പോൾ വീക്ക്നെസ് കൂടുതൽ സമയം, കൺഫേംഡ് പ്രഷർ, ചിലത് മാത്രം സംസാരിക്കുക, ഉത്തരവാദിത്തങ്ങൾ വ്യക്തമല്ല. അതാകുമ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ട് വീക്ക് ഉണ്ടാവാൻ സാധിക്കും. ഗ്രൂപ്പ് തിങ്കിങ്, ഒരു മൊത്തത്തിൽ ഐക്യം നടത്താൻ വേണ്ടിയിട്ട് തെറ്റായ തീരുമാനം ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം കേൾക്കുക, ഡിസൈഡൊക്കെ നയിക്കുക, ചെറിയ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുക. ഇതൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ട് ഏതാണെങ്കിലും വീക്ക് വരാൻ സാധ്യതയുണ്ട്. ഗ്രൂപ്പ് ഷിഫ്റ്റിംഗ്, ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം ആളുകൾ കൂടുതൽ എക്സ്ട്രീം തീരുമാനം എടുക്കുന്ന പ്രധാനം. അപ്പം റിസ്ക് എടുക്കാൻ ആദ്യം മടിച്ചവർ ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാകും. ഗ്രൂപ്പ് ഷിഫ്റ്റിംഗ്. പിന്നെ ഗ്രൂപ്പ് റിസ്കിങ് ടെക്നിക്ക് പറഞ്ഞാൽ ഇൻട്രാക്റ്റിംഗ് ഗ്രൂപ്പ്, ബ്രെയിൻ സ്റ്റോമിങ്, നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്സ്. ആദ്യം എല്ലാവരും നിശബ്ദവശങ്ങൾ എഴുതുക, പിന്നെ ഓരോരുത്തരും എഴുതിയെടുക്കുക, അവസാനം റാങ്ക് ചെയ്യുക. പിന്നെ മാനേജറിയൽ ഇംപ്ലിക്കേഷൻസ്, ഒരു നല്ല മാനേജർ ചെയ്യേണ്ട റൂൾസ്, നോംസ് വ്യക്തമായി നിർവചിക്കുക. പിന്നെ നെഗറ്റീവ് നോംസ് തടയുക, സ്റ്റാറ്റസ് വ്യത്യാസം കുറയ്ക്കുക, ആവശ്യം ചെറിയതോ വലുതോ ആയ ആശയങ്ങൾ ഗ്രൂപ്പുകൾ സജ്ജീകരിക്കുക, ഡൈവേഴ്സിറ്റി ഫലപ്രദമായി ഉപയോഗിക്കുക, റൂൾ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക. അപ്പം അതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പ് ഒബ്സർവേഷൻ നല്ല രീതിയിൽ പറയാം. ഗ്രൂപ്പ് ഓർഗനൈസേഷൻ പറയാം.